ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ACC 15 ഏഴാമത്തെ ക്ലാസ്സിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. നമ്മൾ ഇന്ന് വളരെ പ്രത്യേകമായി കഴിഞ്ഞ 2 ക്ലാസ്സുകളുടെ തുടർച്ച എന്ന വണ്ണം പ്രമാണങ്ങളെ സമീപിക്കുകയാണ്. മോഷ്ടിക്കരുത് ഏഴാം പ്രമാണം, കള്ളസാക്ഷ്യം പറയരുത് എട്ടാം പ്രമാണം എന്നിവയ്ക്ക് ശേഷം നമ്മൾ 9ാമത്തെയും 10ാമത്തെയും കൽപ്പനകളെ കുറിച്ച് പഠിക്കുകയാണ്. അന്യന്റെ ഭാര്യയെ മോഹിക്കരുത്, അന്യന്റെ വസ്തുക്കൾ മോഹിക്കരുത്. ഇതാണ് ആ 2 കൽപ്പനകൾ. ഇവയെ നമ്മൾ പൊതുവെ ഉള്ള ഒരു ഘടകമായ മോഹം എന്നത് ആസ്പദമാക്കി മോഹപാപങ്ങൾ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. നമ്മൾ ആദ്യത്തെ ഭാഗമായി അന്യന്റെ ഭാര്യയെ മോഹിക്കരുത് എന്നതും, 2ാമത്തെ ഭാഗത്തിൽ അന്യന്റെ വസ്തുക്കൾ മോഹിക്കരുത് എന്നതും 9, 10 കൽപ്പനകളാകയാൽ 2ആയി നമ്മൾ ഇന്ന് കാണുന്നു. പുറപ്പാടിന്റെ പുസ്തകം 20ാം അധ്യായം 17ാം തിരുവചനം ഇങ്ങനെയാണ്: അയൽക്കാരന്റെ ഭവനം മോഹിക്കരുത്, അയൽക്കാരന്റെ ഭാര്യയെയോ ദാസനെയോ ദാസിയെയോ കാളയെയോ കഴുതയെയോ അവന്റെ മറ്റെന്തെങ്കിലുമോ മോഹിക്കരുത്. 1ാമതായി അവന്റെ ഏറ്റവും വലിയ സ്വത്തിനെ കുറിച്ച് സംസാരിക്കുന്നു, അത് ഭവനമാണ്. അതിനപ്പുറത്തേക്ക് 5 ജീവികളെ പറ്റി, മനുഷ്യജീവി അടക്കമാണ്, പ്രാധാന്യത്തോടു കൂടി പറയുന്നു. 1ാമത് ഭാര്യ, 2ാമത് ദാസൻ, 3ാമത് ദാസി, പിന്നെ കാള, കഴുത, പിന്നെ ഒരു സർവവും ഉൾപ്പെടുത്തിക്കൊണ്ട് അവന്റെ മറ്റെന്തെങ്കിലുമോ മോഹിക്കരുത് എന്ന് പറയുന്നു. എന്നാൽ ഈ ഒരു നീതി സങ്കല്പത്തിൽ നിന്ന് കുറെ കൂടി പുരോഗമിക്കുന്നതാണ് അടുത്തത് നമ്മൾ കാണുന്നത്. നിയമാവർത്തന പുസ്തകം 5:21 ആകുമ്പോഴേക്കും ഇസ്രായേലരുടെ നീതി സങ്കല്പം കുറെ കൂടി വിശാലമായി. ദൈവത്തെ അവർ കുറെ കൂടെ അറിഞ്ഞു. നമുക്കറിയാം, ഒറ്റയടിക്കല്ല ഇസ്രായേലിയരുടെ ഈ ഈശോ ഉണ്ടാകാനുള്ള പശ്ചാത്തലം ഒരുക്കപ്പെട്ടത്. അത് തലമുറകൾ നീണ്ടു നിൽക്കുന്ന ഒരു പ്രക്രിയയായിരുന്നു. അബ്രഹാമിനെ വിളിച്ച നിമിഷം തൊട്ടിട്ട് നാസറത്തിലെ യേശു ബെത്ലഹേമിൽ ജനിച്ച ആ കാലം വരെയും ഒരുക്കപ്പെടുകയായിരുന്നു. ഈ ഒരുക്കത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ നിയമാവർത്തന പുസ്തകത്തിന്റെ 5:21 സമീപിക്കുക. നിന്റെ അയൽക്കാരന്റെ ഭാര്യയെ നീ മോഹിക്കരുത്. അവിടെ ഭാര്യയ്ക്കാണ് പ്രാഥമ്യം. ഒരു വലിയ കാര്യം. മനുഷ്യന് പ്രാഥമ്യം നൽകി. അതിനു മുമ്പ് ഭവനത്തിനായിരുന്നു പ്രാഥമ്യം, പ്രൈവസി കൊടുത്തിരുന്നു. ഇവിടെ മനുഷ്യന് പ്രാധാന്യം നൽകി. അത് തന്നെ അവൻ ചേർത്ത് പിടിക്കുന്ന ഏകശരീരമായിരിക്കുന്ന അവന്റെ ഭാര്യയെ മോഹിക്കരുത് എന്നുള്ളത് പ്രഥമ സ്ഥാനത്ത് വന്നു. പിന്നീട് അവന്റെ ഭവനത്തെയോ വയലിനെയോ ദാസനെയോ ദാസിയെയോ കാളയെയോ കഴുതയെയോ അവന്റെ മറ്റെന്തെങ്കിലുമോ ആഗ്രഹിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പുനഃക്രമീകരണം നടത്തുകയാണ്, റീപ്രിയോറിറ്റൈസേഷൻ നടത്തുകയാണ്. ഇത് ഒരേ സമയം കൗതുകകരവും അതേസമയം ഏറെ ചിന്തനീയവുമാണ്. ഇനി ഇത് പഴയ നിയമത്തിലെ 9, 10 കൽപ്പനകളുടെ സമീപനമാണ് എങ്കിൽ ഇതിന്റെ കൃത്യമായ വിവക്ഷ വ്യാഖ്യാനം വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 1 ലേഖനം 2:16 പറയുന്നു. എന്നാൽ ജഡത്തിന്റെ ദുരാശ, കണ്ണുകളുടെ ദുരാശ, ജീവിതത്തിന്റെ അഹന്ത, ഈ 3 കാര്യങ്ങളിൽ നിന്നാണ് ഈ 2 പ്രമാണങ്ങളുടെ ലംഘനങ്ങൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഇതിന്റെ ഉദ്ഭവം എവിടെ നിന്നാണെന്ന് വിശുദ്ധ യോഹന്നാൻ പറയുന്നു. ഇങ്ങനെ ലോകത്തിലുള്ളതൊന്നും പിതാവിൻ്റെതല്ല, ക്രിസ്തു പറഞ്ഞതുമല്ല, ക്രിസ്തുവിന് അന്യവുമാണ്. അതെല്ലാം ലോകത്തിൻ്റെതാണ്. ഇതാണ് ജഡത്തിന്റെ ദുരാശ. നിന്റെ അയൽക്കാരന്റെ ഭാര്യയെ നീ മോഹിക്കരുത് എന്നത്
ജഡത്തിന്റെ ദുരാശയാണ്, കണ്ണുകളുടെ ദുരാശയാണത്. വീണ്ടും ജീവിതത്തിന്റെ അഹന്ത അവന്റെ ഭവനത്തെ, അവന്റെ വയലിനെ, ദാസനെ, ദാസിയെ, കാളയെ, കഴുതയെ, അവന്റെ മറ്റെന്തെങ്കിലും മോഹിക്കുന്നത്. അവന്റെ വയൽ എനിക്ക് കിട്ടിയാൽ കൊള്ളാം, ഇപ്പോൾ ഉള്ള വയൽ പോരാ, അവന്റെ ഭവനം കൂടെ എനിക്ക് വിഴുങ്ങണം, അവന്റെ ഭാര്യ സുന്ദരിയാണ്, കണ്ണുകളുടെ ദുരാശ, കാണുന്നിടത്തോളം വയൽ എന്റേതായിരിക്കണം, കണ്ണുകളുടെ ദുരാശ, അവരുടെ കാളയോ കഴുതയോ എനിക്ക് കിട്ടണം. ജീവിതത്തിന്റെ അഹന്തയും കണ്ണുകളുടെ ദുരാശയും ജഡത്തിന്റെ ദുരാശയും എല്ലാം കലർത്ത് വരികയാണ് ചെയ്യുന്നത്. ചുരുക്കത്തിൽ 9-10 പ്രമാണങ്ങൾ ജഡത്തിന്റെ ദുരാശയുടെയും കണ്ണുകളുടെ ദുരാശയുടെയും ജീവിതത്തിന്റെ അഹന്തയുടെയും അനന്തരഫലം. നമുക്ക് അന്യന്റെ ഭാര്യയെ മോഹിക്കരുത് എന്ന പദം എന്ന ആ കൽപ്പനയെ ആദ്യം സമീപിക്കാം. ഗലാത്യ ലേഖനം 5-ാം അധ്യായം 25-ാം തിരുവചനം. നമ്മൾ ആത്മാവിലാണ് ജീവിക്കുന്നതെങ്കിൽ നമുക്ക് ആത്മാവിൽ വ്യാപരിക്കാം. സത്യത്തില് ഈ വക എല്ലാ ച്യുതികളും ഉണ്ടാകുന്നത് ഈ ആത്മാവിലുള്ള വ്യാപാരം എന്ന് പറയുന്ന അവസ്ഥയില്ലാഞ്ഞിട്ടാണ്. പരിശുദ്ധാത്മാവ് നമുക്ക് നൽകപ്പെട്ടത് മാമോദിസ വഴിയായിട്ട്. മാമോദിസായിൽ ലഭിച്ച ഈ കൃപാവരത്തിൽ നിലനിൽക്കാനുള്ള നമ്മുടെ പരിശ്രമം എത്രമേൽ അഗാധമായിരിക്കുന്നുവോ അത്രമേൽ നാം ഈ കൽപ്പനയെ ലംഘിക്കാതിരിക്കും. അതേസമയം നമുക്ക് ലഭിച്ചിരിക്കുന്ന വിളിയും ദൗത്യവും നിസ്സാരമായി കണ്ടുകൊണ്ട് ലോകത്തിന്റെ പുറകെ ഓടുന്നവർക്ക് ഈ കൽപ്പന എളുപ്പം ലംഘിക്കാനുള്ള അവസരമുണ്ടാകും. വീണ്ടും തൽമൂദ് എന്ന ഈ യഹൂദരുടെ നിയമത്തിന്റെ വ്യാഖ്യാനത്തിന്റെ ഭാവപത്ര എന്ന ഭാഗത്ത് ഇപ്രകാരം പറയുന്നു: മനുഷ്യന് അവന്റെ സ്വന്തം ചിന്തകളിൽ പോലും നന്മയെ തിന്മയിൽ നിന്ന് വേർപെടുത്താൻ സാധിക്കുന്നതിനാണ് മനുഷ്യബുദ്ധി എന്ന സമ്മാനം നൽകിയിരിക്കുന്നത്. വിവേകം, വിവരം, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും തന്നിരിക്കുന്നത്. അഥവാ മനുഷ്യബുദ്ധിയുടെ അനന്തരഫലം പ്രവർത്തന ഫലമായിട്ടുള്ള ഈ വിവേകം എങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത്? സ്വന്തം ചിന്തയിൽ പോലും നന്മയെ തിന്മയിൽ നിന്ന് വേർതിരിക്കാനുള്ള ഒരു കഴിവാണത്. ഇനി മറ്റൊന്ന്, ഭാവപത്ര എന്ന ഈ വ്യാഖ്യാനം പറയുന്നത് തന്റെ കണ്ണുകൊണ്ട് പോലും അയൽക്കാരനെ ഉപദ്രവിക്കാൻ കഴിയുമെന്നാണ് പറയുന്നത്. ഒരാൾക്ക് വെറുതെ നോക്കിയാൽ മതി, ഉപദ്രവം തന്നെയാണ്. അയാളത് അറിയുന്നില്ലെങ്കിലും നമുക്ക് ആ ഉപദ്രവം ചെയ്തതായി തീർച്ചയായിട്ടും കണക്കിലെടുക്കപ്പെടും. അന്യന്റെ ഭാര്യയെ മോഹത്തോടു കൂടെ വീക്ഷിക്കുന്നത് ആ സ്ത്രീയോ ആ സ്ത്രീയുടെ ഭർത്താവോ അറിയുന്നില്ല, വേണ്ട പോട്ടെ. പക്ഷേ ഇത് അറിയുന്ന രണ്ടേ പേരുണ്ട്. ഒന്ന് എന്റെ ദൈവം, രണ്ടാമത്തേത് ഞാൻ. അത്യാഗ്രഹം ഹൃദയത്തിൽ മറഞ്ഞിരുന്നാലും അത് അയൽവാസിക്ക് ദോഷമായി ഈ തോറ കണക്കാക്കുന്നു. എന്റെ ഹൃദയത്തിനകത്തുള്ള ദുഷ്ചിന്ത അയാൾക്ക് ദോഷകരായിട്ട് ഭവിക്കും എന്നാണ് ഈ തോറ പറയുന്നത്. വീണ്ടും വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 15-19 ഈശോ പറഞ്ഞു, നിയമത്തെ റദ്ദ് ചെയ്യുവാനല്ല പ്രസ്തുത, പൂർത്തീകരിക്കാൻ അത്ര ഞാൻ വന്നത്. എത്ര കൃത്യമായിട്ടാണ് ഇവിടെ അത് നടപ്പിലാക്കപ്പെടുന്നത് എന്നുള്ളതാണ്. തോറായിൽ അങ്ങനെ അവർ പഠിച്ച് വിശദീകരിച്ച് ഭാവപത്രയിൽ അത് അങ്ങനെ ഭാവപത്ര എങ്ങനെ പറയുന്നതായിട്ട് അവർ മനസ്സിലാക്കിയെങ്കിൽ അതിന്റെ കൃത്യമായ വിശദീകരണം ഈശോ മിശിഹ ഇവിടെ 15-ാം അധ്യായം അത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 15-19 തരുന്നു. ദുശ്ചിന്തകൾ ഹൃദയത്തിൽ നിന്നാണ് പുറപ്പെടുന്നത്. അത് നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ ബാക്കി പറയുന്നത് നോക്കി, ദുശ്ചിന്തകൾ, കൊലപാതകം, പരസംഗം, വ്യഭിചാരം, മോഷണം, കള്ളസാക്ഷ്യം, പരദൂഷണം, ഇവയെല്ലാം ഹൃദയത്തിൽ നിന്നാണ് പുറപ്പെടുന്നത്. കൊലപാതകവും പരസംഗവും വ്യഭിചാരവും മോഷണവും എങ്ങനെയാണ് ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുക? ആശ്ചര്യത്തോടു കൂടിയല്ലേ നമ്മൾ ഈ വാക്യനെ സമീപിക്കുന്നത്. കള്ളസാക്ഷ്യം എന്തായാലും പറയുന്നതാണ്, പരദൂഷണവും പറയുന്നതാണ്. അപ്പോ ഇതെല്ലാം ഹൃദയത്തിന്റെ തികവിൽ നിന്നാണ് ഹൃദയത്തിന്റെ നിറവിൽ നിന്നാണ് വായ സംസാരിക്കുന്നത് എന്നത് എത്ര കൃത്യമായിട്ടാണ് അവിടെ എഴുതി നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നത്. ഹൃദയത്തിന്റെ നിറവിൽ നിന്നാണ് വായ സംസാരിക്കുന്നത്. കൊലപാതകം ആദ്യം ഹൃദയത്തിലാണ് നടക്കുക. സഹോദരനെ വെറുക്കുന്നവൻ കൊലപാതകയാണെന്ന് വിശുദ്ധ യോഹന്നാൻ പറയുന്നത് വെറുതെയാണ്. വെറുപ്പ് ആരംഭിക്കുമ്പോൾ തന്നെ കൊലപാതകം പൂർണ്ണമായി കഴിഞ്ഞു. പിന്നെ അതിന്റെ പ്രവൃത്തി മാത്രമേ ഉള്ളൂ. അയൽക്കാരന്റെ ഭാര്യയെ അഥവാ ഏതെങ്കിലും ഒരു സ്ത്രീ ആസക്തിയോടുകൂടെ നോക്കുന്നവൻ ഹൃദയത്തിൽ വ്യഭിചാരം ചെയ്തു കഴിഞ്ഞു എന്നല്ലേ കർത്താവ് പറഞ്ഞത്?
അപ്പൊ വ്യഭിചാരം എന്നത് ശാരീരിക വീഴ്ചയുടെ തലമല്ല, അത് ഹൃദയത്തിൽ നടക്കുന്നതാണ്. ആഗ്രഹത്തോടു കൂടെ നിങ്ങളുടെ ഒരു സാധനം എടുക്കാൻ വേണ്ടി ഞാൻ തുനിയാൻ അതിന് കച്ച കെട്ടി ഇറക്കുമ്പോൾ തന്നെ മോഷണം കഴിഞ്ഞു. പിന്നെ അതിന്റെ ഒരു ഇംപ്ലിമെന്റേഷൻ ലെവൽ, നടപ്പാക്കുന്ന തലം മാത്രമേ വരുന്നുള്ളൂ. ഇവയെല്ലാം ഹൃദയത്തിൽ നിന്നാണ് പുറപ്പെടുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അതിപരിശുദ്ധമായ ഒരു ജീവിതത്തിലേക്ക് നമ്മളെ കർത്താവ് നിർബന്ധിച്ച് ക്ഷണിക്കുകയാണ്. മാത്രമല്ല, ഈ അന്യന്റെ ഭാര്യയെ മോഹിക്കരുത് എന്നത് മനുഷ്യന് നിശ്ചയമായും വേണ്ട ലൈംഗികതയുടെ ആന്തരിക പരിശുദ്ധിയെ കുറിച്ച് സംസാരിക്കുന്നു. കൊലപാതകവും പരസംഗവും ദുശ്ചിന്തകളും വ്യഭിചാരവും മോഷണവും എല്ലാം വരുന്നത് ഹൃദയത്തിൽ നിന്നാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഹൃദയത്തിന്റെ ശുദ്ധീകരണത്തെയാണ് കർത്താവ് അവിടെ ഉദ്ദേശിക്കുന്നത്. ആഗ്രഹങ്ങളുടെ നൈർമല്യമാണ് കർത്താവ് അവിടെ നിർദ്ദേശിക്കുന്നത്. എത്രമാത്രം ആഗ്രഹങ്ങൾക്ക് നിർമ്മലത ഉണ്ടാകണമോ അത്രമാത്രം ആത്മാവിനാൽ, പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ട ഒരു നിയന്ത്രിക്കപ്പെട്ട ഒരു ജീവിതം നമ്മൾ നയിക്കേണ്ടിയിരിക്കുന്നു. ഗിരിപ്രഭാഷണത്തില് ഈശോ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5:8 നമ്മൾ കാണുന്നു. ഈശോ പറയുന്നു, ഹൃദയ ശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, എന്തെന്നാൽ അവർ ദൈവത്തെ കാണും. മ്ലേച്ഛതയും പരദൂഷണവും വ്യഭിചാരവും അന്യന്റെ ഭാര്യയെ മോഹിക്കലും ഹൃദയത്തിനകത്ത് സംഗ്രഹിക്കുന്ന ഒരാൾക്ക് ദൈവം എക്കാലത്തും ഒരു കിട്ടാക്കനിയായിരിക്കും. ദൈവാനുഭവം അവർക്കുണ്ടാവുകയില്ല. ആത്മനിയന്ത്രണമുള്ള ഹൃദയ പരിശുദ്ധിയുള്ള ഒരു യുവത്വത്തിന് മാത്രമാണ് ദൈവാനുഭവം കരസ്ഥമാക്കാൻ കഴിയുക. അതുകൊണ്ടാണ് യേശു കർശനമായ വാക്കുകളിൽ പറയുന്നത്, ഞാൻ നിങ്ങളോട് പറയുന്നു, ആസക്തിയോടെ സ്ത്രീയെ നോക്കുന്നവർ ഹൃദയത്തിൽ അവളുമായി വ്യഭിചാരം ചെയ്തു കഴിഞ്ഞു. അതിന്റെ അർത്ഥം അബദ്ധവശാൽ നോക്കിപ്പോയാൽ ഉടനെ തന്നെ മാരകപാപമാണെന്നല്ല, മനുഷ്യനാണെങ്കിലും നോക്കും. പക്ഷെ ബോധപൂർവം നോക്കണമെന്ന ആഗ്രഹത്തോടു കൂടി ഹൃദയത്തിൽ അത് ഏറ്റുവാങ്ങിക്കൊണ്ട് നല്ല ചിന്തകളെ അകറ്റിക്കൊണ്ട് ആസക്തിയോടുകൂടെ സമീപിക്കുകയും ആസക്തിയോടുകൂടി ചിന്തിക്കുകയും ആ ചിന്തയെ തുടരാൻ അനുവദിക്കുകയും ചെയ്യുന്നവൻ അവളുമായി വ്യഭിചാരം ചെയ്തു കഴിഞ്ഞു എന്നത് നിസ്തർക്കമായ ഒരു കാര്യം. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം ഇതേ കാര്യം തന്നെ 2528 ആവർത്തിക്കുന്നു. ആസക്തിയോടെ സ്ത്രീയെ നോക്കുന്നവൻ ഹൃദയത്തിൽ അവളുമായി വ്യഭിചാരം ചെയ്തു. അടുത്തത് 9-ാം കൽപ്പന, അന്യന്റെ ഭാര്യയെ മോഹിക്കരുത് എന്നത് ആസക്തിക്ക് അഥവാ ജഡികാസക്തിക്കെതിരെ ജാഗ്രത ഉണർത്തുന്നതാണ്. ജഡികാസക്തിക്കെതിരെയുള്ള സമരത്തിൽ ഹൃദയ ശുദ്ധീകരണവും സംയമന പാലനവും ഉൾക്കൊള്ളുന്നു. വീണ്ടും ഹൃദയവിശുദ്ധി നമ്മെ ദൈവത്തെ കാണാൻ കഴിവുള്ളവരാക്കും. ദൈവം കാണുന്നത് പോലെ എല്ലാം കാണാം, ഇപ്പോൾ തന്നെ അത് നമ്മളെ കഴിവുള്ളവരാക്കുന്നു. അതൊരു ചെറിയ കാര്യമല്ല പറഞ്ഞത്. ആ സ്ത്രീയെ ആസക്തിയോടുകൂടെ നോക്കുന്നവൻ തന്റെ കാമാതുരതയ്ക്കൊരു മറുമരുന്നായിട്ടാണ് ആ സ്ത്രീയെ കാണുന്നത് എങ്കിൽ, ഹൃദയവിശുദ്ധിയുള്ളവൻ അത് ദൈവത്തിന്റെ ഒരു സൃഷ്ടിയും എൻ്റെ സമൂഹത്തിലെ മാന്യയായ ഒരു സ്ത്രീയും ഞാൻ സഹോദരിയായി കാണേണ്ടുന്ന മറ്റൊരു മനുഷ്യ സ്ത്രീയും എന്നതിൽ കവിഞ്ഞൊന്നും കാണില്ല. അത് ദൈവം നമുക്ക് തന്നിരിക്കുന്ന അങ്ങനെ ആ ബന്ധത്തിലാണ്. അത് മനസ്സിലാക്കി എത്രത്തോളം ഹൃദയവിശുദ്ധി ഉണ്ടോ അത്രത്തോളം നമ്മൾ ദൈവം എങ്ങനെയാണോ ഒരാളെ നമ്മൾ കാണണം എന്ന് ആഗ്രഹിക്കുന്നത് അതേമാതിരി കാണാൻ നമ്മൾ പഠിക്കും. അതുകൊണ്ടാണ് ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ. അവർ ദൈവത്തെ കാണും, ദൈവത്തെ അനുസരിക്കും, ദൈവത്തിന്റെ സ്വരം കേൾക്കും, ദൈവത്തോട് കൂടെ ചരിക്കും എന്ന് പറഞ്ഞിരിക്കുന്നത്. അവർക്ക് ദൈവം അങ്ങനെയല്ല, അവർക്ക് ഹൃദയത്തിനകത്താ ഉള്ളത്. പുറത്തെവിടെയോ ആരാധിക്കേണ്ടുന്ന അകലെയായിരിക്കുന്ന ഒരു ഒരു എൻറ്റൈറ്റി, ഒരു സംഗതി അല്ല ദൈവം. പ്രത്യുത അനുദിന ജീവിതത്തിൽ അവൻ സംവദിക്കുന്ന, അവനെ മാർഗനിർദ്ദേശം ചെയ്യുന്ന, അവനുമായി സംസാരിക്കുന്ന, അവനെ ആശ്വസിപ്പിക്കുന്ന, അവനെ പുണ്യപ്പെടുത്തുന്ന ദൈവത്തെ അവൻ അനുഭവിക്കുന്നു. അത് ഹൃദയശുദ്ധി ഉണ്ടെങ്കിലേ നടക്കുകയുള്ളൂ. ഹൃദയശുദ്ധീകരണത്തിന് പ്രാർത്ഥന വേണം, ശുദ്ധതയുടെ പാലനം വേണം, നിയോഗത്തിന്റെയും ദർശനത്തിന്റെയും ശുദ്ധി എന്നിവ ആവശ്യമാണ്. നമുക്ക് നല്ല വീക്ഷണം വേണം, നല്ല ചിന്ത വേണം, നല്ല ബോധ്യം വേണം, നല്ല വാക്കു വേണം, നല്ല വിചാരം വേണം, പ്രവൃത്തി വേണം. തിന്മയായിട്ടുള്ളതിനെ ഉപേക്ഷിക്കുകയും വേണം.
ഹൃദയശുദ്ധി ഉണ്ടാകാൻ ക്ഷമ വേണം, മിതത്വം വേണം, വകതിരിവ് വേണം, അടക്കം വേണം. പറയേണ്ടാത്തത് പറഞ്ഞു നടക്കരുത്. അഹങ്കരിക്കരുതാത്ത കാര്യങ്ങളിൽ എന്നല്ല, ജീവിതത്തിൽ ഒരിക്കലും അഹങ്കരിക്കരുത്. പൊങ്ങച്ചം പറയരുത്. ഞാൻ ഇന്നതാണെന്നുള്ളത് അനവസരത്തിലും അവസരത്തിലും എടുത്തുയർത്തി കാണിക്കാനുള്ള സംഗതിയല്ല. ദൈവം തന്നതിൽ അഭിമാനിച്ചുകൊണ്ട് ഞാൻ ആയിരിക്കുന്നതിന് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് പോകണം. അതിന്റെ പേരാണ് ഹൃദയശുദ്ധി എന്നത്. വീണ്ടും ദമ്പതികളുടെ പരസ്പര വിശ്വസ്തത എന്നത് പറയുന്നത് വളരെ പ്രധാനമായ ഒരു സംഗതിയാണ്. വിവാഹ ജീവിതത്തിലെ പരസ്പര വിശ്വസ്തത ദൈവത്തോട് തന്നെയുള്ള വിശ്വസ്തതയുടെ പ്രകടനമാണ്. ദൈവം യോജിപ്പിച്ചതിന് അവിശ്വസ്തത കാണിക്കുമ്പോൾ അവർ പരസ്പരമല്ല അവിശ്വസ്തത കാണിക്കുന്നത്, അതോടൊപ്പം അതിനേക്കാൾ ഉപരിയായി തങ്ങളെ യോജിപ്പിച്ച ദൈവത്തിന്റെ പദ്ധതിയോടുള്ള അവിശ്വസ്തതയാണ്, അതിനോടുള്ള മറുതലിപ്പാണ്. അതുകൊണ്ട് തന്നെ ദൈവിക ദൈവത്തിന്റെ ലംഘനമാണ് അവിശ്വസ്തത. അത് വ്യഭിചാരമാണ്. വ്യഭിചാരികൾ ദൈവരാജ്യം സ്വന്തമാക്കുകയില്ല, അവർ ശിക്ഷാവിധിക്ക് വിധേയരാകുമെന്ന ഹെബ്രായ ലേഖനത്തിന്റെ 13:1-4 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് ഹൃദിസ്ഥമായിരിക്കട്ടെ. നമ്മുടെ ഹൃദയത്തിൽ അത് നയിക്കുന്ന ശക്തിയും വചനവുമാകട്ടെ. ദമ്പതികളുടെ പരസ്പര വിശ്വസ്തതയിൽ ദൈവമായ കർത്താവ് അരുളി ചെയ്തു, ഉൽപ്പത്തി പുസ്തകം 2:18, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, അവന് ചേർന്ന ഇണയെ ഞാൻ നൽകും. ചേർന്ന ഇണയെ ഞാൻ നൽകും എന്നാ ദൈവം പറഞ്ഞത്. അതുകൊണ്ട് മനസ്സുകൊണ്ടോ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഉപേക്ഷ കൊണ്ടോ മറ്റൊരാളെ അഭിലഷിക്കുന്നത് 9-ാം പ്രമാണത്തിന് ലംഘനമാണ്. ഇതിന്റെ വിശദീകരണമായിട്ട് വളരെ വിശദീകരിച്ച് നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന നോട്ടിലുണ്ട്. ദയവ് ചെയ്ത് ആ നോട്ട് വായിക്കണം എന്ന് അപേക്ഷിക്കുന്നു. പണ്ട് നേരത്തെ 1-ാമത്തെയും 2-ാമത്തെയും ഒക്കെ ക്ലാസ്സുകളിൽ പറഞ്ഞിരുന്നത് പോലെ ഈ ഒരു ക്ലാസ് കൊണ്ട് പരിപൂർണമാകുന്നില്ല. നിങ്ങൾക്ക് ഒരു PDF-ന്റെ ഈ ക്ലാസ്സിന്റെ ഒരു PDF, PPTX-ന്റെ ഒരു PDF നിങ്ങൾക്ക് തരുന്നുണ്ട്. അതുപോലെ തന്നെ മതബോധന വിഭാഗം തരുന്ന ഒരു ലേഖനവും, ആ ലേഖനം ഈ PDF-ലുള്ള ഈ PPTX-ന്റെ PDF-ഉം നിർബന്ധമായിട്ട് നിങ്ങൾ വായിച്ചു നോക്കണം. പ്രത്യേകിച്ച് ആ ലേഖനം വായിക്കുമ്പോഴാണ് ഇവിടെ നമ്മൾ ഒതുക്കത്തിൽ പറയുന്ന പല കാര്യങ്ങളും അവിടെ വളരെ വിശദമായി പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നത്. ഇത് വെറും ഒരു സൂചന മാത്രമാണ്. അത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ 2-ാമത്തെ ഭാഗത്തേക്ക് കടക്കുക. അന്യന്റെ വസ്തുക്കൾ മോഹിക്കരുത് എന്നുള്ളതാണ്. അന്യന്റെ വസ്തുക്കൾ മോഹിക്കരുത് എന്നുള്ളത് വളരെ എളുപ്പത്തിൽ ഈ ചിത്രം നമ്മളോട് സംസാരിക്കുന്നു. കുറച്ച് പൈസയുണ്ട് ഒരു പെൺകൊച്ചിന്റെ അടുത്ത്, അതിനേക്കാളും പൈസയുണ്ട് മറ്റേ പെൺകൊച്ചിന്റെ അടുത്ത്. അവൾക്ക് സ്വന്തം കിട്ടിയിരിക്കുന്ന പൈസ അവൾ നോക്കുന്ന പോലും ഇല്ല. മറ്റേയാൾക്ക് കിട്ടിയത് എത്രയുണ്ടെന്നുള്ളതാ ചോദ്യം. അതെത്രയുണ്ടോ അതാണ് ഇവരുടെ ഉറക്കം കെടുത്തുന്നത്. വീണ്ടും ആ കാർട്ടൂണിലാണെങ്കിൽ അതിന് കിട്ടിയായിരുന്നെങ്കിൽ ആരുടെയെങ്കിലും നെക്ലേസ്, ആരുടെയെങ്കിലും വള, ആരുടെയെങ്കിലും ആഭരണങ്ങള്, ആരുടെയെങ്കിലും എന്തെങ്കിലും അതെനിക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്നാ ചിന്ത. അയാൾക്ക് കിട്ടി, നന്നായി, ഓ കുഴപ്പമില്ല, പോട്ടെ എന്നുള്ളതല്ല. അയ്യോ അതൊന്നും എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ, മാത്രമല്ല അവർക്ക് കിട്ടാതിരുന്നെങ്കിൽ എന്നും കൂടിയുണ്ട്. സത്യത്തിൽ നമ്മൾ മറ്റൊരാൾക്ക് ഒരു സംഗതി കിട്ടിയാൽ അത് നമുക്ക് എന്താ കുഴപ്പമിരിക്കുന്നത്? എന്തെങ്കിലും കുഴപ്പമുണ്ട്? അനിയൻ ഉയർച്ച കാണുമ്പോൾ ആനന്ദിക്കേണ്ടതാണ് നാം. മാനത്ത് മുകിൽ കാണുമ്പോൾ മയിലാടുന്ന പോലവേ എന്ന് നമ്മള് വ്യാകരണം, മലയാള വ്യാകരണം പഠിച്ചപ്പോ നമ്മൾ പഠിച്ചതാ. ഒരു പ്രത്യേക സംഗതിയുടെ ലക്ഷണമാണ്. അന്യൻ ഉയർച്ച കാണുമ്പോൾ ആനന്ദിക്കേണ്ടതാണ് നാം, മാനത്ത് മുകിൽ കാണുമ്പോൾ മയിലാടുന്ന പോലവേ. ഒരാൾക്ക് ഉയർച്ച ഉണ്ടെങ്കിൽ നന്നായിരിക്കുന്നു എന്ന് പറയുന്നതിന് പകരം അവൻ ഉയരാനുള്ള യാതൊരു ആവശ്യമില്ല, ഉയർന്നത് ശരിയല്ല, ഇനി അവനെക്കാളും ഒരു ഞാനാണ് ഉയരേണ്ടത് എന്നൊക്കെ പറയുമ്പോൾ അവിടെ വരുന്നത് ഈ 10-ാം പ്രമാണത്തിന്റെ ലംഘനമാണ്. വീണ്ടും ഉൽപ്പത്തിയുടെ 4:4 നമുക്ക് നോക്കാം. ആദ്യമായിട്ട് കൊലപാതകം അരങ്ങേറിയതിന്റെ കാര്യം എന്താണ്? ആബേലിലും അവന്റെ കാഴ്ച വസ്തുക്കളിലും അവിടുന്ന് പ്രസാദിച്ചു. വേണമെങ്കിൽ കായന് പറഞ്ഞാൽ മതിയടാ, ഞാൻ നാളെ കുറച്ചുകൂടെ നന്നായിട്ടൊരു ബലി അർപ്പിക്കാൻ പോവുക, ഏതായാലും നിന്റെയിൽ പ്രസാദിച്ചല്ലോ, അപ്പൊ അതിന്റെ ഗുട്ടൻസ് പ്രസാദിക്കും എന്നുള്ളത് എനിക്ക് മനസ്സിലായി. ഇനി എനിക്ക് എന്നാ പറ്റിയെന്നുള്ളത് നമുക്ക് നോക്കാം. ഏതായാലും എനിക്കൊരു തിരുത്തൽ ആവശ്യമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതാണോ നടന്നത്? അല്ല. കായേലിലും അവന്റെ കാഴ്ച വസ്തുക്കളിലും അവിടുന്ന് പ്രസാദിച്ചില്ല. സത്യത്തിൽ കാഴ്ച വസ്തുക്കൾ വരാറില്ലായിരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. കായനാണ് പ്രശ്നം. ഇത് കായനെ അത്യധികം പ്രകോപിപ്പിച്ചു.
കായൻ ആള് നേരത്തെ തന്നെ ശരിയില്ല. അതുകൊണ്ടാണ് കാഴ്ച വസ്തുക്കൾ ശരിയായില്ലാത്തതും, അതുകൊണ്ടാണ് കായൻ തെറ്റുകാരനായതുകൊണ്ടാണ് അവന് കോപം വന്നതും. ഒരു ദിവസം കായൻ തന്റെ സഹോദരൻ ആബേലിനോട് പറഞ്ഞു, നമുക്ക് വയലിലേക്ക് പോകാം. അവർ വയലിലായിരിക്കെ കായൻ ആബേലിനോട് കയർത്ത് അവനെ കൊന്നു. ഇവിടെ അന്യന്റെ മുതലായിരിക്കുന്ന ദൈവാനുഗ്രഹം മോഹിച്ചതാണ് ശരിക്കും പറ്റിയ അബദ്ധം. അസൂയ മൂത്തു. അവനെ, ഈ പാവപ്പെട്ട ആബേലിനെ ദൈവം അനുഗ്രഹിച്ചതിന്റെ അസൂയ മൂത്തു, അത്രേ ഉള്ളൂ. അത് പക്ഷെ എങ്ങോട്ട് നയിച്ചു? അത് നയിച്ചത് ആദ്യത്തെ കൊലപാതകത്തിലേക്കാണ്. ഇതാണ് പ്രശ്നം. നിലനിൽക്കുന്ന വിഷഫലങ്ങൾ ഉളവാക്കാൻ തക്കവണ്ണം കെൽപ്പുള്ളതാ ഓരോ പ്രമാണങ്ങളുടെയും ലംഘനങ്ങൾ. അടുത്തത് നമുക്ക് വേറൊരു വലിയ അസൂയയുടെ കഥ നമുക്ക് നോക്കാം. ജോസഫ് എന്ന് പറയുന്ന ഒരു ഇളയ കൊച്ചുണ്ടായിരുന്നു, അല്ലേ, യാക്കോബിന്. ജോസഫ് പിന്നെ പിതാവ് അത്യധികമായി സ്നേഹിക്കുന്നു എന്ന് കണ്ടപ്പോൾ സഹോദരന്മാർ അവനെ വെറുത്തു. സത്യത്തിൽ ജോസഫിനോട് സ്നേഹം കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ ഈ ബാക്കിയുള്ള 11 എന്തെങ്കിലും കാര്യം സാധിക്കണമെങ്കിൽ ഈ ജോസഫിനോട് ചോദിച്ചാൽ മതി. കാര്യങ്ങളൊക്കെ വളരെ സൗമ്യമായിട്ട് പരിഹരിക്കാവുന്നതേ ഉള്ളൂ. അതൊരു മുതലായിട്ട് കാണുന്നുണ്ടെങ്കിൽ. പക്ഷെ സംഭവം എങ്ങനെയാ ഉണ്ടായത്? അവരെയാണ് എപ്പോഴും അപ്പന് പുന്നാരിക്കല് എന്ന് പറഞ്ഞു. അവനോട് സൗമ്യമായി സംസാരിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. എത്ര ധൈര്യമാണെന്ന് നോക്കിയേ. ഏറ്റവും ഇളയ ഒരു കൊച്ചാവൻ, അവരെ എല്ലാവരുടെയും ഒരു താഴെയുള്ള ഒരു കൊച്ചാവൻ. അപ്പോ അവനോട് സംസാരിക്കാൻ അവർക്ക്, സൗമ്യമായി സംസാരിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അവർ എത്രമാത്രം ഈ അസൂയ കൊണ്ട് പിന്നെ കലുഷിതമായിരുന്നു അവരുടെ ഹൃദയങ്ങൾ നമ്മൾ ചിന്തിച്ചാൽ മതി. സഹോദരന്മാർക്ക് അവനോട് അസൂയ തോന്നി. വരുവിൻ, നമുക്ക് അവനെ കൊന്നു കുഴിയിലെറിയാം. അവനെ ഒരു കുഴിയിൽ തള്ളിയിട്ടു. അത് വെള്ളമില്ലാത്ത ഒരു പൊട്ടക്കിണറായിരുന്നു. ബാക്കി ചരിത്രമൊക്കെ നമുക്കറിയാമെങ്കിലും എത്രത്തോളം അവർ താഴ്ന്നു, എത്രത്തോളം അവന്റെ മുമ്പിൽ അവൻ കൈകൂപ്പി നിന്നു എന്നുള്ളത് നമുക്ക് ചിന്തനീയമായ ഒരു വിഷയമാണ്. സങ്കീർത്തനം 37:1 പറയുന്നു, ദുഷ്ടരെ കണ്ട് നീ അസ്വസ്ഥനാകണ്ട, ദുഷ്കർമ്മികളോട് അസൂയപ്പെടുകയും വേണ്ട. അവർ പുല്ലുപോലെ പെട്ടെന്ന് ഉണങ്ങിപ്പോകും, സസ്യം പോലെ വാടുകയും ചെയ്യും. ദൈവത്തിൽ വിശ്വാസമർപ്പിച്ച് നന്മ ചെയ്യുക, അപ്പോൾ ഭൂമിയെ സുരക്ഷിതനായി വസിക്കും. അന്യന്റെ വസ്തുക്കളൊന്നും ആഗ്രഹിക്കേണ്ട കാര്യമില്ല. നമുക്ക് വേണ്ടുന്ന വസ്തുക്കളെല്ലാം ദൈവം തരും. ദൈവം നമുക്ക് തന്നാലല്ലാതെ ഒന്നും ശാശ്വതമായി നിൽക്കുകയില്ല എന്ന ബോധ്യത്തിൽ നിന്നുണ്ടാകുന്ന ഒരു സുരക്ഷിതത്വം ഉണ്ടല്ലോ, അതാണ് ഭൂമിയിലെ സുരക്ഷിതത്വം എന്ന് പറയുന്നത്. വീണ്ടും സുഭാഷിതങ്ങൾ ഇപ്രകാരം പറയുന്നു, പ്രശാന്തമായ മനസ്സ് ശരീരത്തിന് ഉന്മേഷം നൽകുന്നു, അസൂയ അസ്ഥികളെ ജീർണിപ്പിക്കുന്നു. സുഭാഷിതങ്ങൾ 14:30. ഇതിലൊരു ഇത്തിരി തമാശയുള്ളത് എന്താന്ന് ചോദിച്ചാല്, അസൂയ ആരെ കുറിച്ചാണോ അസൂയപ്പെട്ടത് അയാളുടെ അസ്ഥി അല്ല ജീർണിപ്പിക്കുന്നത്, നമ്മുടെ സ്വയം അസൂയപ്പെടുന്നവന്റെ അസ്ഥിയാണ് ജീർണിപ്പിക്കുന്നത്. അതുകൊണ്ട് ഈ അസൂയ സ്വയം കൊന്നു തിന്നുന്ന ഒരു ക്യാൻസറാണ്. സുഭാഷിതങ്ങളുടെ 23:17 പറയുന്നു, നിന്റെ ഹൃദയം പാപികളെ നോക്കി അസൂയപ്പെടരുത്. പാപികളൊക്കെ വലിയ കേമന്മാരായിട്ടായിരിക്കും ഉണ്ടാവുക, വലിയ കെട്ടിടവും ഒരുപാട് സ്വത്തും കട്ടും മോട്ടിച്ചും കള്ളത്തരം ചെയ്തും കള്ളപ്പണം ഒഴുക്കിയും ഒക്കെ ഒരുപാട് വലിയ മാൻഷൻസ് ഉണ്ടാക്കിയിട്ടുണ്ടാകും, വലിയ കെട്ടിടങ്ങളും വലിയ കൊട്ടാരങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ടാവും, വലിയ രാജതുല്യമായ ജീവിതമായിരിക്കും നയിക്കുന്നത്. നീ ഇപ്പോഴും നിന്റെ ഓലപ്പരക്കകത്ത് തഴപ്പായ കിടക്കുമായിരിക്കും. പക്ഷേ അസൂയപ്പെടണ്ട. കാരണം പ്രശാന്തമായ മനസ്സാണ് നമുക്ക് വേണ്ടത്. അതാണ് നമുക്ക് ഉന്മേഷം നൽകുന്നത്. ദൈവഭക്തിയിൽ ഉറച്ചു നിൽക്കുന്നവന് ഒരാപത്തും വരിക. എപ്പോഴും ദൈവഭക്തിയിൽ ഉറച്ചു നിൽക്കുക. ദുഷ്ടനെ കുറിച്ച് അസൂയ തോന്നരുത്, അവരോട് കൂട്ടുകൂടാൻ ആഗ്രഹിക്കുകയും വരുത്. ദുഷ്ടനെ കുറിച്ച് അസൂയ തോന്നുക എന്ന് പറഞ്ഞാൽ അതൊരു വിഡ്ഢിത്തരം. കാരണം ദുഷ്ടൻ തിന്മയുടെ പാതയില. അവനോട് അസൂയ തോന്നുമ്പോൾ നമ്മൾ അറിയാതെ അവർക്ക് ഓശാന പാടുകയാണ് ചെയ്യുന്നത്. കർത്താവ് തരുന്നതിൽ സംതൃപ്തനായിക്കൊണ്ട്, കർത്താവിൽ നിന്ന് വരുന്നതിനെല്ലാത്തിനും ഉവ്വ് എന്ന് പറഞ്ഞുകൊണ്ട് അവിടുത്തോട് അടുത്തു നിൽക്കുന്നതിന്റെ സമാധാനവും സുരക്ഷിതത്വവും അനുഭവിക്കുന്നതിന് പകരം ലോകത്തിന്റെ കെണികളിൽ വീഴാനുള്ള ഒരു പ്രലോഭനമാണ് ഈ അസൂയ എന്നതും, പ്രത്യേകിച്ച് ദുഷ്ടനെ കുറിച്ചുള്ള അസൂയ എന്നതും.
സങ്കീർത്തനം 37, 35 ഈ അവരുടെ ക്ഷണികതയെ കുറിച്ച് പറയുന്നുണ്ട്. ദുഷ്ടൻ പ്രബലനാകുന്നതും ലെബനോനിലെ ദേവദാരു പോലെ ഉയർന്നു നിൽക്കുന്നതും ഞാൻ കണ്ടിട്ടുണ്ട്. കേമത്തരമൊക്കെ ഉണ്ടാവും, വണ്ടികൾ ഓടുന്നുണ്ടാവും, കോടിക്കണക്കിന് ഉറുപ്പികയുടെ സ്വത്തുണ്ടാകും. പക്ഷേ ശാശ്വതമായി അത് അവശേഷിക്കുന്നില്ല എന്നതിന്റെ സൂചന എന്ന വണ്ണം 36-ാം തിരുവചനം പറയുന്നു, പിന്നീട് ഞാൻ അതിലെ കടന്നു പോയപ്പോൾ അവൻ അവിടെ ഉണ്ടായിരുന്നില്ല, അവനെ അന്വേഷിച്ചു കണ്ടില്ല. സങ്കീർത്തകൻ വളരെ കൃത്യമായി പറഞ്ഞു വെക്കുന്നത് ഇതാണ്: ശാശ്വതമായിട്ടുള്ളത് ദൈവഭക്തിയിൽ അധിഷ്ഠിതമായ ജീവിതവും അതിന്റെ നേട്ടങ്ങളുമാണ്. ബാക്കിയെല്ലാം പുക പോലെ മാഞ്ഞു പോകുന്നു. ദേവദാരു എന്ന് പറഞ്ഞാൽ നിസ്സാര ചെടിയൊന്നുമല്ല. അതുകൊണ്ടാണ് ആ ദേവദാരുവിന്റെ ഒരു ചിത്രം അവിടെ കൊടുത്തിരിക്കുന്നത്. അത്രയും ഒരു മാമത്ത് പോലത്തെ ഒരു വലിയ സാധനം. പക്ഷെ പിന്നെ അവിടെ അത് ഉണ്ടായിരുന്നില്ല. കാണുമ്പോൾ വലിയ പകിട്ടും വലിയ എന്താ പറയുക, വലിയ ആകൃതിയും ഒക്കെ ഉണ്ടാവും, വലിയ കേമത്തരമൊക്കെ ഉണ്ടാവും. പക്ഷേ അതൊക്കെ ക്ഷണികമാണ് എന്ന് സങ്കീർത്തകൻ നമ്മളോട് ഓർമ്മിപ്പിക്കുന്നു. റോമാലേഖനം 1:29 അവർ എല്ലാ തരത്തിലുമുള്ള അനീതിയും ദുഷ്ടതയും അത്യാഗ്രഹവും തിന്മയും നിറഞ്ഞവരാണ്. അസൂയ, കൊലപാതകം, ഭീഷണി, കലഹം, വഞ്ചന, പരദ്രോഹം എന്നിവയിൽ അവർ മുഴുകുന്നു. ഇത്തരത്തിലുള്ള ആളുകളിൽ നിന്നും, ഇത്തരത്തിലുള്ള ധനസമ്പാദന മാർഗങ്ങളിൽ നിന്നും, ഇത്തരത്തിലുള്ളവരുടെ പ്രകടനാത്മകതയിൽ നിന്നും മാറി നിൽക്കാനും നിർമ്മലമായ ഒരു ഹൃദയം സൂക്ഷിക്കാനും ഈ 10-ാം പ്രമാണം നമ്മെ ഉദ്ബോധിപ്പിക്കുന്നു. കൽപ്പനക്കെതിരായ പാപങ്ങൾ, മോഷണം, പിടിച്ചുപറി, ഭവനഭേദനം, ഇങ്ങനെയുള്ള കുറ്റങ്ങളിലേക്ക് നയിക്കുന്ന എല്ലാം അന്യരുടെ വസ്തുക്കളിന്മേലുള്ള അമിതാഗ്രഹമാണ്. ഭക്ഷണമാണെങ്കിലും മറ്റു സുഖസൗകര്യമാണെങ്കിലും അതിന്റെ ആഗ്രഹം മിതമായിട്ടുള്ളതൊക്കെ ന്യായമാണ്. പക്ഷെ അമിതമാകുമ്പോൾ നീതിയുടെ അതിർവരമ്പുകൾ ലംഘിച്ചുകൊണ്ട് അത് നേടിയെടുക്കാൻ സാധ്യതയുണ്ട്. പ്രധാനമായും 2 പാപങ്ങളാണ് ഈ കൽപ്പനക്കെതിരായി ചെയ്യാൻ സാധ്യതയുള്ളത്. മൂലപാപങ്ങളായി, അടിസ്ഥാന പാപങ്ങളായി തിരുസഭ കണക്കാക്കുന്ന അസൂയയും അതിമുഖവും എന്നത് അന്യന്റെ മുതലിനെ മോഹിക്കരുത് എന്ന കൽപ്പനയിലേക്ക്, നമ്മളെ കൽപ്പനയുടെ ലംഘനത്തിലേക്ക് നയിക്കാവുന്നതാണ്. അസൂയ ഇല്ലാത്തവരുണ്ടോ എന്നൊരു ചോദ്യമുണ്ട്. അസൂയയെ കുറിച്ച് പഠിക്കുമ്പോഴാണ് അത് ശകലം ഉള്ളത് ചില സ്ഥലത്ത് നല്ലതാണെന്നുള്ളത് മനസ്സിലാക്കുക. നമുക്ക് നോക്കാം എന്താണെന്നത്. മറ്റുള്ളവരുടെ സാമ്പത്തിക അഭിവൃദ്ധിയിലും വ്യക്തിഗതമായ വളർച്ചയിലും തോന്നിയേക്കാവുന്ന അസ്വസ്ഥതയും ദുഃഖവും ആ വ്യക്തിക്ക് അതില്ലാതെ പോകുവാൻ ആഗ്രഹിക്കുന്ന മനസ്ഥിതിയുമാണ് അസൂയ. അങ്ങനെ ഒരു കാര്യം. അതായത് വളരെ കൃത്യമായിട്ട് പറഞ്ഞാൽ നമ്മൾ വളരെ കുറച്ച് ആലോചിച്ച് സമീപിക്കണം. മറ്റുള്ളവരുടെ ഏതെങ്കിലും വിധത്തിലുള്ള അഭിവൃദ്ധി, ഒന്നുകിൽ സാമ്പത്തികമാകാം, അല്ലെങ്കിൽ വ്യക്തിപരമായ വളർച്ചയാവാം, അല്ലെങ്കിൽ സൗന്ദര്യമാകാം, അല്ലെങ്കിൽ ഏതെങ്കിലും കലയിലുള്ള പഠിത്വം ആവാം, അല്ലെങ്കിൽ പഠിത്തത്തിലുള്ള മിടുക്കാവാം, എന്തുമായിക്കോട്ടെ, മറ്റുള്ളവരുടെ ഒരു പോസിറ്റീവായിട്ടുള്ള നില, അതിൽ തോന്നാവുന്ന അസ്വസ്ഥത വേണം. 1. 2, ആ അസ്വസ്ഥത അതൊരു ദുഃഖമായിരിക്കും. അസ്വസ്ഥത എപ്പോഴും ദുഃഖമല്ലേ ഉണ്ടാക്കുള്ളൂ. പിന്നെ അയാൾക്ക് അത് ഉണ്ടാകരുത്, അവൻ വെറും മണ്ടനായിരുന്നു മതിയായിരുന്നു, അവള് വെറുതെ ഇങ്ങനെ കുറച്ചുകൂടെ രൂപയാകണമായിരുന്നു, അല്ലെങ്കിൽ അങ്ങനെ ആ നല്ല സാരി അവർക്ക് കിട്ടരുതായിരുന്നു, അല്ലെങ്കിൽ അയാൾക്ക് ആ സ്ഥലം അത്രയും വിലക്ക് കിട്ടരുതായിരുന്നു. പോരാ, അതെങ്ങനെയെങ്കിലും അത് അയാൾക്ക് ഉണ്ടാകരുതായിരുന്നു എന്ന് പറയുമ്പോൾ അസൂയ. ഇത്രയും അയാൾക്ക് എങ്ങനെയെങ്കിലും അതങ്ങ് ഉണ്ടാകാതെ പോകുമായിരുന്നു നല്ലത് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ദുഷിച്ച അസൂയ എന്ന് പറയുന്ന ആ മാരകമായ അവസ്ഥയിൽ ഉൾപ്പെട്ടിരിക്കുകയാണ്. എന്നാൽ 2 തരം അസൂയ ഉണ്ടെന്നാണ് പറയുന്നത് കേട്ടോ. ഒന്നാമത്തേത് നിരുപദ്രവകരമായ അസൂയ, രണ്ടാമത്തേത് വിനാശകരമായ അസൂയ. ഒന്നാമത്തേത് ബിനൈൻ എൻവി, രണ്ടാമത്തേത് മലീഷ്യസ് എൻവി. ഇമോജിയിൽ ഒരെണ്ണം കാണുമ്പോൾ അവനുണ്ട് അസൂയ, രണ്ടാമത്തെ പുറകെ നിൽക്കുന്നവനുണ്ട് അസൂയ. പക്ഷെ രണ്ടുപേരുടെയും മുഖഭാവം കണ്ടാൽ അറിയാം എന്തൊക്കെയോ വ്യത്യാസങ്ങൾ ഇവ തമ്മിലുണ്ട്. ബിനൈൻ അഥവാ നിരുപദ്രവകരമായ അസൂയ, മലീഷ്യസ് അഥവാ വിനാശകരമായ അസൂയ, ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? എങ്ങനെയാണ് ഈ നിരുപദ്രവകരമായ അസൂയ ഗുണമായി ഭവിക്കുന്നത്? നിരുപദ്രവകരമായ അസൂയ, അതിന്റെ വിനാശകരമായ അസൂയയും നിരുപദ്രവകരമായ അസൂയയും തമ്മിലുള്ള വ്യത്യാസം
വ്യക്തിഗത സുരക്ഷയോ അരക്ഷിതാവസ്ഥയാണ്. ഉദാഹരണത്തിന് പറഞ്ഞാല്, നേരത്തെ നമ്മൾ കണ്ടു അയാൾക്കത് കിട്ടിയതിൽ ഭയങ്കര അസ്വസ്ഥത, ദുഃഖം, അതുപോലെ തന്നെ അയാൾക്കത് കിട്ടാതിരുന്നെങ്കിൽ മുതലായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ട്. അത് അത് കൃത്യമായ ഉപദ്രവകരമായ അസൂയയാണ്. എന്നാൽ അല്ലാത്ത ഒരു തരം അസൂയുണ്ട്, അവനത് കിട്ടിയെങ്കിൽ എനിക്ക് എന്തുകൊണ്ട് കിട്ടിക്കൂടാ, അവൻ അങ്ങനെ വായിച്ചാണ് പഠിച്ചതെങ്കിൽ എനിക്ക് അങ്ങനെ വായിച്ച് പഠിച്ചുകൂടാ. അപ്പൊ പ്രചോദനമാണ് അവിടെ വരുന്നത്. അയ്യോ, അവൻ 1-ാം സ്ഥാനം കിട്ടിയല്ലോ, അതെന്താ ദോഷമാണോ? അല്ല. നിങ്ങളത് ആഗ്രഹിക്കുന്നു, അത് ദോഷമാണോ? അതിനുവേണ്ടി നിങ്ങളെ തന്നെ നിങ്ങൾ പ്രചോദനാത്മകമായ രീതിയിൽ, ഭാവാത്മകമായ രീതിയിൽ നിങ്ങളുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുന്നു. തീർച്ചയായിട്ടും അതിനകത്തൊരു നേരിയ അസൂയയുടെ എലമെന്റ് ഉണ്ടെങ്കിൽ പോലും അതിനെ മറികടക്കുന്ന ക്രിയാത്മകത അതിനകത്തുണ്ട്. മറ്റുള്ളവരുടെ നേട്ടങ്ങൾ നമ്മുടെ നേട്ടങ്ങളെ കുറയ്ക്കുന്നില്ലെന്ന് തിരിച്ചറിയാൻ ഈ അസൂയ നമ്മളെ അനുവദിക്കുന്നു. അതായത് അയാൾക്ക് കിട്ടുമെങ്കിൽ പിന്നെ എന്തുകൊണ്ട് എനിക്കത് പറ്റില്ല? എനിക്ക് സ്വയം മെച്ചപ്പെടുത്താൻ സാധിക്കുകയില്ലേ? തീർച്ചയായും പറ്റും. കാരണം എന്നെക്കാളും താഴെയാണ്, എന്നെക്കാളും അയാൾക്ക് കുറെ കാര്യങ്ങളുടെ അഭാവമുണ്ട്. എന്നിട്ടും അയാൾക്ക് അത്രയും നേടിയെങ്കിൽ എന്തുകൊണ്ട് എനിക്ക് നേടിക്കൂടാ? എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആയത്? ഞാൻ ഇങ്ങനെ ആയാൽ പോരാ. തീർച്ചയായിട്ടും അത് ഒരു തരം ഊർജ്ജസ്വലതയാണ് നമുക്ക് തരുന്നത്. അവിടെ അസൂയ എന്ന് പറയുന്നതിനെ കൃത്യമായി അങ്ങനെ വിവക്ഷിക്കാൻ പറ്റുകയില്ല എങ്കിൽ പോലും അതിനെ ബിനൈൻ എൻവി എന്നാണ് പറയുന്നത്. അത് പ്രചോദനമാണ് തരുന്നത്. എന്നാൽ നമുക്കറിയാം വിനാശകരമായ അസൂയ എന്താണോ എന്നുള്ളത് നമ്മൾ ഇപ്പോൾ വിശദീകരിച്ചതാണ്. അത് അരക്ഷിതാവസ്ഥയിൽ വേരൂന്നിയതാണ്. അത് വളരെ മോശമാണ്. നമുക്ക് അവരുടെ നേട്ടങ്ങളെല്ലാം അസഹനീയമാണ്. വിജയങ്ങൾ അവർക്ക് കാണുമ്പോൾ നമുക്ക് ദേഷ്യ വരുന്നത്. ക്ഷുദ്രകരമായ അഥവാ വിനാശകരമായ അസൂയ എന്ന് പറഞ്ഞാല് അയാൾക്കുള്ളത് അയാൾക്കില്ലാതിരുന്നെങ്കിൽ, അഥവാ അയാൾക്ക് അത് ഉണ്ടാകാതിരുന്നെങ്കിൽ എന്ന് നാം ആഗ്രഹിക്കുന്നു. ഇനി അയാൾ അതിന് അർഹനല്ല, എങ്ങനെയോ അയാൾക്ക് എങ്ങനെയോ ഫുൾ A+ കിട്ടിയത്, എങ്ങനെയോ കിട്ടി, ഏതോ ഇനിയിപ്പോ റോൾ നമ്പർ എങ്കിലും മാറി എന്നെങ്കിലും പറഞ്ഞ് നമ്മൾ ആശ്വസിക്കുകയാണ്. അയാൾക്ക് അതൊന്നും കിട്ടാൻ, അവനതൊന്നും കിട്ടാനുള്ള ഒരു യോഗ്യതയില്ല കേട്ടോ. അതിനുള്ള ഒന്നുമില്ല, എങ്ങനെയോ അബദ്ധം പറ്റിപ്പോയതായിരിക്കും. ഇങ്ങനെ അവനെ പിന്നെ കാണുമ്പോൾ മിണ്ടുകയില്ല. അസൂയ നീരസത്തിലേക്ക് നയിക്കുകയും അവസാനം ആർക്ക് പോയി? നമ്മുടെ ജീവിതത്തിൽ നമുക്ക് തകർച്ച ഉണ്ടാവുകയും ചെയ്യും. അവൻ മുന്നോട്ട് പോകുമ്പോൾ അവന്റെ കാല് നമ്മുടെ കാല് വെക്കുക എന്നുള്ളതല്ലാതെ അവനെ പ്രോത്സാഹിപ്പിച്ച് എന്നാ നീ പൊയ്ക്കോ എന്ന് പറയുന്ന ആ ബിനൈൻ എൻവിയിലേക്കല്ല, എനിക്കും പോകണം എന്നല്ല, അവൻ പോകരുത്, അവനിത് കിട്ടരുത്, അവൻ അങ്ങനെ മുടിഞ്ഞു പോകണം. ഈ ചിന്തയാണ് വിനാശകരമായ അസൂയ എന്നത്. അതിമോഹം, അസൂയ കഴിഞ്ഞാൽ പിന്നെ അതിമോഹം. അതിമോഹം എങ്ങോട്ടാണ് നമ്മളെ കൊണ്ടുപോകുന്നത് എന്നുള്ളത് ഈ ഒരൊറ്റ ചിത്രം മാത്രം നമ്മളെ വിശദീകരിക്കുന്നു. എല്ലാ ആടയാഭരണങ്ങളും അണിയുന്നുണ്ട്, പക്ഷേ അത് കുഴി വരെയുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ആടയാഭരണം അവിടെ നിൽക്കും, നമ്മൾ ദൈവത്തിന്റെ അടുത്തേക്ക് പോയി. എല്ലാം നല്ലത്, പക്ഷേ അതിമോഹം, മോഹത്തിന് ആഗ്രഹിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല, പക്ഷെ അതിമോഹം, അത്യാഗ്രഹം എന്നത് മനുഷ്യന് ഒരിക്കലും വേണ്ടാത്ത ഒരു നിലപാടാണ്. അത് മനുഷ്യനെ ഈ വസ്തുക്കളുടെ അടിമയാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. സത്യത്തിൽ ദൈവം മനുഷ്യന് വേണ്ടിയാണ് വസ്തുക്കളെ സൃഷ്ടിച്ചതെങ്കിൽ അതിമോഹമുള്ളവനെ സംബന്ധിച്ചിടത്തോളം വസ്തുക്കൾക്ക് വേണ്ടിയാണ് അവൻ ജീവിക്കുന്നത്. 2 പെൺകുട്ടികൾ ഒരുവൾ മനോഹരമായി അവൾക്ക് കിട്ടിയിരിക്കുന്ന മിഠായി ആസ്വദിക്കുന്നു. മറ്റവൾ ആസ്വദിക്കുന്നില്ല എന്ന് മാത്രമല്ല, അവളുടേത് അവൾ ഉപയോഗിക്കുന്നില്ല എന്ന് മാത്രമല്ല, തികഞ്ഞ കോപത്തോടു കൂടി മറ്റേ പെൺകുട്ടിയെ നോക്കിക്കൊണ്ടിരിക്കുന്നു. ആർക്കാ കേട്? ഒരുവൾ ജീവിതം ആസ്വദിക്കുന്നു, മറ്റവൾ ജീവിതത്തെ നരകതുല്യം. ഇത് നമ്മുടെ ജീവിതത്തിലും സംഭവിക്കാതിരിക്കാനുള്ള മുൻകരുതലുകളാണ് നാം എടുക്കേണ്ടുന്നത്. വേറൊന്ന്, അനന്തമായിട്ട് ഉപഭോഗ വസ്തുക്കളുടെ മേലുള്ള പാച്ചിൽ. അത് വേണം, ഇത് വേണം, മറ്റത് വേണം, എല്ലാം വേണം നമുക്ക്. പക്ഷേ എല്ലാത്തിനും ഒരു മിതത്വം വേണം. നമുക്കൊരളവുകോലുണ്ട്. അതിതാണ് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 12:15. അനന്തരം അവൻ അവരോട് പറഞ്ഞു, ജാഗരൂകരായിരിക്കുവിൻ, എല്ലാ അത്യാഗ്രഹങ്ങളിൽ നിന്ന് അകന്നിരിക്കുകയും ചെയ്യുവിൻ. മനുഷ്യ ജീവിതം സമ്പത്ത് കൊണ്ടല്ല ധന്യമാകും. വീണ്ടും 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 നമ്മളുടെ ഹൃദയത്തിൽ നമ്മൾ ഉറപ്പിക്കേണ്ടുന്ന ഒരു സംഗതിയാണത്. മനുഷ്യ ജീവിതം സമ്പത്ത് കൊണ്ടല്ല ധന്യമാകുന്നത്. സമ്പത്ത് കൊണ്ടാണ് ധന്യമാകുന്നത് എന്ന മോഹവലയത്തിൽ പെട്ടുകൊണ്ട് നമ്മൾ ഒരിക്കലും അന്യന്റെ വസ്തുക്കളെ ആഗ്രഹിക്കരുത്. അസൂയ ഉണ്ടാവരുത്,
അതിമോഹം ഉണ്ടാകരുത്. പരിശുദ്ധാത്മാവിൽ അധിഷ്ഠിതമായ ഒരു ജീവിതത്തിൽ സംതൃപ്തി എന്നത് ദൈവദാനത്തിൽ നാം കണ്ടെത്തും. അപ്രകാരം ചെയ്യാൻ നമ്മുടെ പരിശുദ്ധയായ മാതാവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. അത്യന്തം നിർമ്മലയായ മാതാവ് നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കട്ടെ. ഇത് കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞുകൊണ്ട് പൂർണ്ണമായി ദൈവത്തിന്റെ ഹിതത്തിന് തന്നെ സമർപ്പിക്കുകയും എളിയ ജീവിതം നയിക്കുകയും ചെയ്ത പരിശുദ്ധ മറിയം എല്ലാ പാപങ്ങളിൽ നിന്നും, വിശിഷ്യ 9-10 പ്രമാണങ്ങൾ നമ്മളോട് കൽപ്പിക്കുന്ന സകല പാപങ്ങളിൽ നിന്നും അകന്നിരിക്കാൻ തന്റെ പ്രാർത്ഥനയാൽ നമ്മളെ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായി.